എറണാകുളം പാരിയത്തുകാവിലെ കുടിയൊഴിപ്പിക്കൽ ശ്രമം സംഘർഷഭരിതമായി. ഒഴിപ്പിക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ പ്രതിഷേധിക്കാൻ തടഞ്ഞതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ദേഹത്ത് പെട്രോൾ ഒഴിച്ച് കുടുംബങ്ങൾ ഭീഷണി മുഴക്കി. ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ 15ാം തവണയാണ് കമ്മീഷന് സ്ഥലത്തെത്തുന്നത്. പിന്നാലെ വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇടപെട്ടു. നടപടികൾ നിർത്തിവെക്കാൻ പോലീസിന് നിർദ്ദേശം ചെന്നിത്തല നൽകി. വിവരങ്ങളുമായി നമ്മോടൊപ്പം ഇസത്ത് സുൽഫീഖറാണ് ചേർന്നത്. ഇസത്ത്, ഈ പ്രതിഷേധങ്ങളൊന്നും ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. ഇതിപ്പോൾ 15ാമത്തെ തവണയാണ് ഈ കുടിയൊഴിപ്പിക്കൽ നടപടി എതിർത്തുകൊണ്ട് അവിടുത്തെ ആളുകൾ വരുന്നത്. ആ ആളുകളെ സംബന്ധിച്ച് നമുക്കറിയാം, അവർ ഇത്രയും നാളും താമസിച്ച ഒരു സ്ഥലം, അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കുക എന്ന് പറയുന്നത് അവരുടെ ജീവൻ പോകുന്നത് സമമാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇന്ന് പുതിയ മന്ത്രിസഭ ചേരുമ്പോൾ പുതിയ ആഭ്യന്തരമന്ത്രി ഇക്കാര്യത്തിലൊരു നിലപാടെടുത്തിരിക്കുകയാണ്. ഇതിന് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, ഈ കുടിയൊഴിപ്പിക്കൽ നടപടി ഇല്ലാതാക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോഴും ഇതൊരു കോടതി നടപടിയാണ്. ആ കോടതി നടപടി ഇനിയും വൈകാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇടപെടൽ എങ്ങനെയായിരിക്കും? അഞ്ജലി, ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറി എസ് സതീഷ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. കുഞ്ഞു മക്കളും സ്ത്രീകൾക്ക് ഉൾപ്പെടെയുള്ളവർക്ക് നേരെയാണ് അതിക്രൂരമായ ആക്രമണം പോലീസ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇത് കുറെ കാലങ്ങളായി നീണ്ടു നിൽക്കുന്ന നിയമപരമായ കേസാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കാലയളവിൽ ഈ ഗവൺമെന്റ്, ഇവിടെ ഉണ്ടായിരുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് സ്വീകരിച്ചിരുന്ന സമീപനം ഈ പാവപ്പെട്ടവരെ സംരക്ഷിക്കുന്ന സമീപനമാണ്. ഏതാണ്ട് 8ഓളം വരുന്ന കുടുംബങ്ങളാണ് ഇവിടെ പാവപ്പെട്ട കുടുംബങ്ങൾ താമസിക്കുന്നത്. 100 വർഷത്തിലേറെയായി ഇവിടെ താമസിക്കുന്ന മനുഷ്യരാണ് ഇവർ. അത്ര കാലങ്ങളായി ഇവിടെ താമസിക്കുന്നവരാണ്. ഇവിടെ ഏതാണ്ട് 19 ഏക്കർ സ്ഥലം പുറമ്പോക്ക് സ്ഥലമാണ്. ആ പുറമ്പോക്ക് സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തണം എന്നാണ് എല്ലാ കാലത്തും ഇവരും ഞങ്ങളും ശ്രീനിജൻ മുൻ MLA ഉൾപ്പെടെയുള്ളവർ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. പറവൂർ മുനിസിപ്പൽ കോടതിയിൽ കേസ് നിലനിൽക്കുമ്പോൾ ഈ പാവപ്പെട്ടവർക്ക് അനുകൂലമായി കോടതി വിധി കിട്ടിയതാണ്. അതിനുശേഷം മോൾക്കോടതിയിലേക്ക് പോയപ്പോൾ നിങ്ങൾ പാവങ്ങളായതുകൊണ്ടും നിയമത്തിന്റെ അജ്ഞത കൊണ്ടും അവിടെയൊന്നും പോകാൻ പണമില്ലാത്തതുകൊണ്ടും ഇവർക്ക് പുറകെ എത്താൻ കഴിഞ്ഞില്ല. അതാണ് യാഥാർത്ഥ്യം. അല്ലാതെ ഇവിടെ താമസിക്കാത്തവരല്ല. ഇവരുടെ അവകാശപ്പെട്ട ഭൂമിയാണ്. ഇവർക്ക് മറ്റാൾ കേസ് പോയ പോലെ പുറകെ പോകാനുള്ള ശേഷി ആ കാലത്ത് ഉണ്ടായില്ല. അതുകൊണ്ട് ഒരു കോടതി വിധി സമ്പാദിച്ചു. ആ വിധി സമ്പാദിച്ചുകൊണ്ട് ഈ പാവങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ വേണ്ടിയിട്ടാണ് രംഗത്ത് വന്നിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ നിങ്ങൾ രേഖകൾ നോക്കിയാൽ, ഇവിടുത്തെ താലൂക്ക് രേഖകൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രദേശം പുറമ്പോക്ക് പ്രദേശമാണെന്ന് അറിയാം. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്ന് അളന്നിട്ടുണ്ട് എന്ന് പറയുന്നത് ഞങ്ങൾ നേരത്തെ സൂക്ഷ്മമായി ഇത് പരിശോധിച്ചിട്ടുള്ളതാണ്. കാരണം ഇവിടെ ഇത്ര കാലം ഇവരോടൊപ്പം നിന്ന് ഇത് ചെയ്യുന്നു എന്ന നിലയുണ്ട്. കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വന്ന് പരിശോധിച്ചിട്ടുണ്ടെന്ന് എന്ന് പറയുന്നതിനെ സംബന്ധിച്ച ആക്ഷേപം തന്നെയുണ്ട്, ഇവർക്കെല്ലാവർക്കും ഉണ്ട്. അതിന്റെ വടക്കും തെക്കെന്നുള്ള അതിർത്തി തിട്ടപ്പെടുത്തിയിട്ടല്ല അളന്നിട്ടുള്ളതെന്നും അത് കനാലിന്റെയൊക്കെ പ്രദേശം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളുടെ ശരിയാവണ്ണ അതിർത്തികൾ ഉൾപ്പെടെ തിട്ടപ്പെടുത്താതെയാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നുൾപ്പെടെയുള്ള നിയമത്തിന്റെ സങ്കീർണമായ പ്രശ്നങ്ങൾ ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ശാശ്വതമായി കാണാൻ ഈ സ്ഥലത്തെ മുഴുവൻ അളന്ന് തിട്ടപ്പെടുത്തുക, ഇതിന്റെ പുറമ്പോക്ക് തിട്ടപ്പെടുത്തുക എന്നുള്ളതാണ് കാലങ്ങളായി പാവങ്ങൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ അന്വേഷിച്ചാൽ കാണാം, എത്രയോ കാലങ്ങളായി മനുഷ്യരിവിടെ താമസിക്കുന്നു. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 14 പ്രാവശ്യം കണ്ട് പോലീസ് ഈ നടപടി, ഈ ഉത്തരവ് നടപ്പാക്കാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഈ പാവപ്പെട്ട മനുഷ്യരും ഇവിടുത്തെ ജനങ്ങളും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്, ഇടതുപക്ഷം എല്ലാം കൂടി ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ കാലത്തും അതിനെ എതിർക്കുകയായിരുന്നു. ശ്രീനിജൻ എന്ന മുമ്പിൽ നിൽക്കുകയായിരുന്നു. MLA എന്ന നിലയിൽ ഇവർക്ക് നീതി കിട്ടുന്നതിന് വേണ്ടി എല്ലാ സമയത്തും ശ്രീനിജൻ അതിന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ MLA എവിടെ പോയി? അധികാരം കിട്ടിയിട്ട് 2 ദിവസമേ ഉള്ളൂ. എന്തൊരു ഉങ്കാണെന്ന് നോക്കൂ. ഇതാണോ VD സതീശൻ കേരളത്തിൽ ചെയ്യാൻ പോകുന്നത്? അതിന്റെ സാമ്പിളാണോ ഈ കാണുന്നത്? പാവപ്പെട്ട ദളിത് കുടുംബങ്ങളാണ്, പാവപ്പെട്ട SC വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളാണ്. വലിയ നീതിയുടെയും വലിയ വർത്തമാനം പറഞ്ഞ അധികാരത്തിൽ കയറി മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഏറ്റവും ഭീകരമാവുന്ന പോലീസ് നരനായിട്ട് ഈ പാവങ്ങൾക്ക് നേരെയല്ലേ നടത്തിയിട്ടുള്ളത്? എന്ത് ക്രൂരമാണിതെന്ന് നോക്കൂ. പോലീസ് വന്ന് ആക്രമിച്ച് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്ത്രീകളെ ഉൾപ്പെടെ പുരുഷ പോലീസുമാരല്ലേ ആക്രമിച്ചു. ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഇതുങ്ങളുടെ മുഖങ്ങൾ നിങ്ങൾ നോക്കൂ. ഈ കുഞ്ഞുങ്ങളുടെ മുഖം, ഈ പാവപ്പെട്ട വീട്ടിലെ മക്കളുടെ ഉൾപ്പെടെയുള്ള വലിച്ചിഴച്ചു കൊണ്ടുപോകുക, വളരെ ക്രൂരമായി സമീപനം സ്വീകരിക്കുക. ഇതൊന്നും ഒരു കാലത്തും ആരും അംഗീകരിച്ചു തരുമെന്ന് കരുതരുത്. അധികാരം കിട്ടിയതിന്റെ ഉങ്കം കാണിക്കാൻ പോയ നാട്ടിലെ ജനങ്ങൾ അതെല്ലാം അംഗീകരിച്ചു തരുമെന്ന് കരുതരുത്. ഇടതുപക്ഷ പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റും ഇവിടെ ഉള്ളിടത്തോളം കാലം ഈ പാവങ്ങളെ ഒരാൾക്കും ഇറക്കിവിടാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇവർക്ക് ആവശ്യമായ സംരക്ഷണം ഞങ്ങൾ കൊടുക്കും. കഴിഞ്ഞ കാലയളവിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഇനിയുള്ള കാലയളവിലും ഞങ്ങൾ കൊടുക്കും. അതിൻ്റെ അകത്തൊരു സംശയമില്ല. കോടതിയുടെ ഉത്തരവിന്റെ സാങ്കേതികത്വം പറയാം. അതിന്റെ കാരണം ഞാനിതാണ്. പറവൂർ മുനിസിപ്പൽ കോടതി ഇവർക്ക് അനുകൂലമായിട്ട് വിധിച്ചതാണ്, ഇവർക്ക് അനുകൂലമായി കിട്ടിയതാണ്. മേൽക്കോടതിയിലേക്ക് പോയപ്പോൾ അതിനോടൊപ്പം നിന്ന് മത്സരിച്ച് കേസ് നടത്താനുള്ള ശേഷി ഈ പാവങ്ങൾക്കില്ല. അതുകൊണ്ട് കോടതിക്ക് അനുകൂലമായ ഉത്തരവ് കിട്ടി, കോടതിയുടെ ഉത്തരവ് കിട്ടി.
അത് നടപ്പാക്കാൻ വന്നപ്പോൾ മറ്റു പല കേസുകളും ഇതിന്റെ അനുബന്ധ കേസുകൾ എന്ന നിലയിൽ മുമ്പോട്ട് വരുന്നുണ്ട്. ഇത് ഇവിടെ അടക്കാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഇത് മുഴുവൻ അടക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കേസുകൾ ഉൾപ്പെടെയുണ്ട്. അപ്പൊ ഈ 19 ഏക്കറിന്റെ പുറമ്പോക്ക് അളന്നു കഴിഞ്ഞാൽ ഇവരെ എങ്ങനെയാണ് ഈ പറയുന്ന ആൾക്ക് ഇളക്കി വിടാൻ കഴിയുക എന്നുള്ളത് വ്യക്തമാകും. അപ്പം മനുഷ്യന് ജീവിക്കുക എന്നുള്ളതാണ്, സമാധാനത്തോടെ ജീവിക്കുക എന്നുള്ളതാണ്. കുഞ്ഞുങ്ങളെല്ലാം സ്കൂളിൽ പോകാനൊക്കെ ആയി സ്കൂൾ തുറക്കാൻ വേണ്ടിയിട്ടുള്ള അതിന്റെ തയ്യാറെടുപ്പിലായിരിക്കും എല്ലാ വീടുകൾക്കകത്തും. ഇവരെല്ലാവരും തൊഴിലെടുത്ത് ജീവിക്കുന്ന പാവപ്പെട്ടവരാണ്. ഈ വീട്ടിലാണ് ക്യാൻസർ പേഷ്യന്റ് ആയിട്ടുള്ള ആളായിരുന്നു ഉണ്ടായിരുന്നത്. അവരെ ഉൾപ്പെടെ ആക്രമിച്ചു എന്നാണ് ഇപ്പൊ ഈ ഒരു അല്ലേ. ഇപ്പൊ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടേക്കുകയാണ്. ക്യാൻസർ പേഷ്യന്റ് ആയ ആളെ പോലും ഇങ്ങനെ വീട് കയറി ആക്രമിക്കുക, ഇതൊക്കെ കേട്ടുകേൾവിയുള്ള രീതിയാണോ? അപ്പൊ ഇത് ഒരിക്കലും അംഗീകരിക്കപ്പെടാൻ കഴിയില്ല. ഗവൺമെന്റ് ഈ തെറ്റ് തിരുത്താൻ തയ്യാറാകണം. വളരെ തെറ്റായ കാര്യമാണ് ചെയ്തിട്ടുള്ളത്. അധികാരം കിട്ടിയതിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് 10 വർഷം CPIM ജില്ലാ സെക്രട്ടറി എസ് സതീഷ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു.